ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വചനഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം നിറഞ്ഞ രീതി. ഇതെന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ അനിവാര്യമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വചനഭാഗം നമുക്ക് നൽകുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു മെത്തഡോളജി ഉണ്ട്. എന്തിനുള്ളതാണ് എന്ന് പറഞ്ഞാൽ, ഇത് വായിക്കുന്ന എൻ്റെ ജീവിതത്തിലും നിന്റെ ജീവിതത്തിലും സ്വീകരിക്കേണ്ട ഒരു മെത്തഡോളജി ഈശോ പഠിപ്പിക്കുകയാണ്. ദൈവം എനിക്ക് തരും, ദൈവം എനിക്ക് തരും. അച്ചോ, ഞാൻ പ്രാർത്ഥിച്ചു, ഇതാ ഞാൻ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നല്ല ശമ്പളത്തോടുകൂടി കർത്താവ് എന്നെ ഇതാ ഉയർത്തിയിരിക്കുന്നു. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. മകന് ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ മകൾക്കൊരു അസ്വസ്ഥത നമ്മുടെ തലയ്ക്കകത്തോട്ട് വരുന്നത് ഉടനെ മകൻ അല്ലെങ്കിൽ മകളെന്ന് ചിന്തിക്കുമ്പോൾ അത് മാത്രമേ തലയ്ക്കകത്തോട്ട് വരൂ. നമ്മളത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറെ ഒരു നന്മയും കാണാൻ പറ്റില്ല. ഭാര്യ വിട്ടുകൊടുക്കത്തില്ല. ഭാര്യ പറഞ്ഞു, ഇയാളുടെ കൂടെയുള്ള ജീവിതം ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ ഞങ്ങളെ ഒരുമിപ്പിക്കാമെന്ന് അച്ഛൻ വിചാരിക്കണ്ട. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് നന്ദി പറയാറുണ്ടോ? ഭർത്താവിനോട് നന്ദി പറയാനല്ല, ഭർത്താവിനെ ഓർത്ത് ഈ ഭർത്താവിനെ തന്ന ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? നിന്റെ ജീവിതത്തിൽ നടക്കാതെ പോയ കുറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അത് ഉയർത്തിപ്പിടിച്ചോ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ദൈവമേ, ഈ ഉയർത്തിപ്പിടിച്ചത് സ്വർഗത്തിലേക്കാണ് ഉയർത്തിയത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല വിധത്തിലുള്ള ഞെരുക്കങ്ങളും പ്രതിസന്ധികളും നമുക്കെല്ലാവർക്കും ഉണ്ട്. സത്യമല്ലേ? യെസ്. പലതരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പലപ്പോഴും നമ്മുടെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതും ചെയ്യണമെന്നുണ്ട്, പക്ഷേ കയ്യിലൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞതുപോലെ, അച്ഛാ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, കയ്യിൽ 5 പൈസ ഇല്ല, എന്ത് ചെയ്യും? ഇതൊരു വ്യക്തിയുടെ മാത്രമല്ല, അനേകരുടെ വലിയൊരു ഭാരമാണ്. കയ്യിലൊന്നുമില്ല, എന്ത് ചെയ്യും? ഇനി ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരിയേ ഉള്ളൂ, ഇതുകൊണ്ടൊന്നും തികയത്തുമില്ല. മൊത്തത്തിൽ ഒരു ഞെരുക്കം, മൊത്തത്തിൽ വലിയൊരു ഭാരം. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഇപ്രകാരം ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഭാരപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വചനഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതായത്, ഉദാഹരണത്തിന് ഒരു സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ആ സ്ഥലം വാങ്ങാൻ പറ്റിയ അത്രയും തുക കയ്യിലില്ല, പക്ഷെ ഇച്ചിരി കയ്യിലുണ്ട്. ഒട്ടുമില്ലാതെ ഇല്ല, ഇച്ചിരി കയ്യിലുണ്ട്. ഇതുകൊണ്ട് അത് വാങ്ങാൻ പറ്റുന്നില്ല, പക്ഷെ അത് വാങ്ങാൻ ആഗ്രഹം. ഒരു വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഈ വീട് സ്വപ്നത്തിലുള്ള പ്രതീക്ഷയിലുള്ള അത്രയും വലിയൊരു വീട് വാങ്ങാനായിട്ട് പറ്റുന്നില്ല, ആ വീട് പണിയാനായിട്ട് പറ്റുന്നില്ല. കാരണം കയ്യിലുള്ളത് ഇച്ചിരിയേ ഉള്ളൂ, നമ്മുടെ വരുമാനം ഇച്ചിരിയേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യും? ഒരു വണ്ടി മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വണ്ടിക്ക് ഇത്രയും പണം ചെലവാകും, കയ്യിലുള്ളത് ഇച്ചിരിയേ ഉള്ളൂ, എന്ത് ചെയ്യും? പഠിക്കുന്ന കുട്ടികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളൂ. പഠിച്ചു തീർക്കാൻ ഒത്തിരി ഉണ്ട്, പക്ഷേ നമ്മുടെ കപ്പാസിറ്റി ഇത്രയേ ഉള്ളൂ, എന്ത് ചെയ്യും? വലിയ ഭാരമാണ്. പല വിധങ്ങളിൽ ഇപ്രകാരം ഞെരുങ്ങുന്ന നമ്മുടെ മുമ്പിൽ വിശുദ്ധ മർക്കോസ് വിശേഷം 6-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കാൻ ഈശോ തന്നെ ചില ആത്മീയ പാഠങ്ങൾ നമുക്ക് പങ്കുവയ്ക്കുകയാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ ഒരു പ്രബോധനമാണ് നമ്മൾ പക്ഷെ ഇന്ന് സ്വീകരിക്കുന്ന നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോയുടെ ഈ ഒരു മെത്തഡോളജി, അതായത് ജീവിതത്തിൽ തൻ്റെ കുറവുകൾക്ക് മുമ്പിൽ എങ്ങനെയാണ് അത്ഭുതം സ്വീകരിക്കുന്നതെന്നുള്ള ഒരു മെത്തേഡ് പ്രായോഗികമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റിയതാണ്. അത് നമുക്കൊന്ന് വായിക്കാം, പഠിക്കാം. അത് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗമുണ്ട്. ചാപ്റ്റർ 6, സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 6, അതിൻ്റെ 30-ാം വചനം തൊട്ട് നമ്മൾ കാണുന്നത് അപ്പം വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പം വർദ്ധിപ്പിച്ച രീതി നമ്മളൊന്ന് പഠിക്കുകയാണ്. ഓക്കെ, അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതം നിറഞ്ഞ രീതി. ഇതെന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ അനിവാര്യമാണ്, ദൈവിക ഇടപെടലുകൾ അനിവാര്യമാണ്. എങ്ങനെയാണ് ഈ അത്ഭുതം, ഈ അടയാളം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്? 6-ാം അധ്യായം അതിൻ്റെ 41-ാം തിരുവചനം
സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 41. ഈശോയുടെ കയ്യിലേക്ക് 5 അപ്പം കിട്ടി. മുമ്പിൽ 10,000-കണക്കിന് മനുഷ്യരിയ്ക്കുവാണ്. വചനം വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാരായിരുന്നു. 5000 പുരുഷന്മാർ, 5000 മെൻ, പുരുഷന്മാർ 5000. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ അതിലും കൂടുതലാണോ കുറവാണോ? കൂടുതൽ. അതിൻ്റെ 4 ഇരട്ടി ഉണ്ടാവും. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കൺവെൻഷനുകൾക്കും ശുശ്രൂഷകൾക്കും വരുന്നത് പുരുഷന്മാരാണോ സ്ത്രീകളാണോ കൂടുതൽ? സ്ത്രീകളാണ്. പ്രത്യേകിച്ച് ശുശ്രൂഷ കാര്യങ്ങളിൽ ബൈബിൾ വായിച്ചു പോകുമ്പോഴത്തേക്ക് ഈശോയുടെ ശിഷ്യഗണത്തിലും അതോടൊപ്പം തന്നെ ഈശോയുടെ കൂടെ യാത്ര ചെയ്യാൻ ഒത്തിരി സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിശ്ചയമായിട്ടും ഒരു കാര്യം നമുക്ക് അനുമാനിക്കാം, യേശുവിൻ്റെ കൂടെ അന്നത്തെ പ്രബോധനത്തിൽ പുരുഷന്മാരെക്കാൾ വലിയ സംഖ്യയായിരുന്നു സ്ത്രീകൾ. ഇനി കുട്ടികളുടെ എണ്ണമൊന്നും പറഞ്ഞിട്ടില്ല, അത് വേറെ. അപ്പോൾ വചനം പറയാണ് 5000-ഓളം പുരുഷന്മാർ തന്നെയുണ്ട്. മുമ്പിലിരിക്കുന്ന 5000 പുരുഷന്മാർ, അതിൻ്റെ ഇരട്ടി സ്ത്രീകളെ നമ്മൾ മനസ്സിൽ കണ്ടോണം. എന്ന് പറഞ്ഞാൽ ഒരു 10,000 സ്ത്രീകൾ, മൊത്തത്തിൽ കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂട്ടി ഒരു 5000 വേണം വെച്ചോ, അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു 20,000-ഓളം ജനത ദേ മുമ്പിലുണ്ട്. ഈശോയുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്താണ്? 5 അപ്പം. എത്ര അപ്പം? 5 അപ്പം, അല്ലേ? നമുക്കൊക്കെ ആണെങ്കിൽ ഒരാൾക്ക് പോലും തികയല. 5 അപ്പം ഈശോയുടെ കയ്യിലുണ്ട്. മുമ്പിലിരിക്കുന്നത് 10,000-20,000 ആളുകൾ. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ഈശോ 5 അപ്പം എടുത്തു, 5000-കൾക്കും 10,000-കൾക്കും 20,000 പേർക്ക് കൊടുത്തു. ഇതും എൻ്റെ ജീവിതവും തമ്മിൽ എന്തു ബന്ധമുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിന്റെ കയ്യിൽ ഇച്ചിരി ഉണ്ട്, പക്ഷെ നേടാനുള്ളത് കുറെ. എന്തു ചെയ്യും? ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്, എന്തു ചെയ്യും? ഇതാ വചനം കൃത്യമായിട്ടൊരു കാര്യം പഠിപ്പിക്കുകയാണ്. ഈശോയുടെ ഒരു മെത്തഡോളജി ഉണ്ട്. ഈ കുഞ്ഞു കാര്യത്തെ ഒരത്ഭുതമാക്കി മാറ്റിയ, 5 അപ്പത്തെ 20,000 പേർക്ക് ഭക്ഷണമാക്കി മാറ്റിയ ഒരു മെത്തഡോളജി പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ ജീവിതത്തിലും അത്ഭുതം സംഭവിക്കും. അത്ഭുതം സംഭവിക്കാൻ അതിന് എന്ത് വേണം? യേശുവിൻ്റെ ഈ അത്ഭുതത്തിന്റെ മെത്തഡോളജി നമ്മളൊന്ന് പഠിക്കുവാണ്. എടുത്തു വായിക്കാം. മർക്കോസ് വിശേഷം 6-ാം അധ്യായം അതിന്റെ 41-ാം തിരുവചനം. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആ 2 മീനും അവൻ എല്ലാവർക്കുമായി വിഭജിച്ചു. 42-ാം വചനം വായിച്ചേ. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന അപ്പക്കഷണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നത് ഈ അപ്പം അവർക്ക് തികഞ്ഞു എന്നല്ല, കഷ്ടിച്ച് തികഞ്ഞു എന്നാണോ? അല്ല. മറിച്ച് വചനം പറയാണ്, അവർക്കെല്ലാവർക്കും തൃപ്തിയാവുവോളം അവർ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മിച്ചം 12 കുട്ട മാറ്റി വെച്ചു. മിച്ചം 12 കുട്ട എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അത് സമൃദ്ധിയാണ്. 12 കുട്ടയെ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളൊക്കെ ആയിട്ട് വ്യാഖ്യാനിക്കുന്ന പല മേഖലകളുണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ടീച്ചിങ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതൊരു വശത്ത് നമ്മൾ നിർത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വചനഭാഗം നമുക്ക് നൽകുന്ന അതിസുന്ദരമായിട്ടുള്ള ഒരു മെത്തഡോളജി ഉണ്ട്. എന്തിനുള്ളതാണ്? നിന്റെ ജീവിതത്തിലെ കുറവുകളെ സമൃദ്ധമായി അനുഭവിക്കുന്നതിനുള്ള ഒരു പ്രായോഗിക പരിശീലനം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈശോ എന്ത് ചെയ്തു? അപ്പം കയ്യിലെടുത്തപ്പോൾ ഈശോ എന്ത് ചെയ്തു? ഈശോ ചെയ്ത 1 2 3 4 അങ്ങനെ ചില സ്റ്റെപ്പുകളുണ്ട്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചേ. ഈശോ എന്ത് ചെയ്തു? വചനം വായിക്കാൻ 41-ാം വചനം ശ്രദ്ധിച്ചു വായിച്ചേ. അവൻ 5 അപ്പവും 2 മീനും എടുത്തു. ഇങ്ങോട്ട് നോക്കിക്കേ. എടുത്തു പറഞ്ഞേ. എടുത്തു. കയ്യിൽ ബൈബിളൊന്നും ഇല്ലാത്തവര് 2 കയ്യിലും 5 അപ്പവും 2 മീനും ഒന്ന് എടുക്ക്.
എടുത്ത് പിടിച്ചോ, എടുത്ത് പിടിച്ചോ, ഇത് പഠിക്കാൻ പോവാ കേട്ടോ. എടുത്ത് പിടിച്ചോളൂ കേട്ടോ. ഒത്തിരി നീട്ടി പിടിക്കരുത്, അതിന് മാത്രം ഒന്നുമില്ല. ആകെ ഇച്ചിരിയേ ഉള്ളൂ, ഇച്ചിരി ഉള്ളെന്ന്, ഇച്ചിരിയേ ഉള്ളൂ. 5 അപ്പം 2 മീൻ, എടുത്ത് പിടിച്ചോ. അപ്പൊ എടുത്തു, അവൻ എടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പാണ് എടുത്തു കേട്ടോ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത് എന്താണോ നമ്മൾ എടുക്കണം. എന്നിട്ട് അടുത്ത കാര്യം എന്താണ്? അവൻ എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി. ഇത് കയ്യിലെടുത്തിട്ട് എങ്ങോട്ട് നോക്കി? സ്വർഗത്തിലേക്ക് നോക്കി. നോക്കൂ, സ്വർഗത്തിലേക്ക് നോക്കി. സാധാരണഗതിയിൽ നമ്മൾ എങ്ങോട്ടാ നോക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള ഇച്ചിരി അല്ലേ? നമ്മുടെ മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 10,000 പേര്, ദൈവമേ, തല കറങ്ങുന്നു. ആൾക്കൂട്ടത്തിലേക്ക് നോക്കിയിട്ട് തല കറങ്ങുന്നു. കാരണം ഇത് അവർക്ക് കൊടുക്കാനുള്ളതാണ്, ഇത് അവർക്ക് കൊടുക്കാനുള്ളത്. ഇത് എന്താവാനാണ്? കൈ താത്തല്ലേ, പോയി പോരുത്. എടുത്ത് പിടിച്ചിരിക്കുക, എടുത്ത് പിടിച്ചിരിക്കുന്നു. ഇത് പിടിച്ചത് എങ്ങോട്ട് നോക്കണം? സ്വർഗത്തിലേക്ക് നോക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇത് തന്നയാളിലേക്ക് നോക്കണം. ഈ നോട്ടം പ്രധാനപ്പെട്ടതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കരുത്. നമ്മുടെ ഒരു സ്വഭാവം എന്നാ? അയ്യോ, ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? സ്ഥലം വാങ്ങാൻ ആഗ്രഹമുണ്ട്, ആ സ്ഥലത്തിന് ഇത്ര രൂപയെ പറഞ്ഞിരിക്കുന്നു, പക്ഷെ ഇത്രയല്ലേ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് നോക്കരുതെന്ന്. ഇത് തന്നയാളുണ്ട്, സ്വർഗത്തിലേക്ക് നോക്കണം. എന്നിട്ട് ബൈബിൾ വചനം പറയുന്നത് എന്തെന്നറിയോ? സ്വർഗത്തിലേക്ക് നോക്കി. മൂന്നാമത്തെ കാര്യം, കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് ഈശോ എന്ത് ചെയ്തെന്നറിയോ? ദേ ഇത് തന്ന ദൈവത്തിന്, പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞു. കൃതജ്ഞതാ സ്തോത്രം, നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദി പറഞ്ഞു. അടുത്ത വചനം എന്താണെന്നറിയാവോ? നന്ദി പറഞ്ഞ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം മുറിച്ചു പറഞ്ഞേ. അപ്പം മുറിച്ചു പറഞ്ഞേ. മുറിച്ച് എന്നിട്ട് വിളമ്പാനായിട്ട് കൊടുത്തു. ഹല്ലേലൂയ. അപ്പൊ ഇതിന് 1 2 3 4 ചില സ്റ്റെപ്പുകളുണ്ട്. ആദ്യം എന്ത് ചെയ്യണം? അപ്പം എടുക്കണം. രണ്ടാമത്തത് മുറിക്കാൻ പോവണം. ഇതാണ് കുഴപ്പം. മുറിക്കരുത്. അപ്പം എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യണം? സ്വർഗത്തിലേക്ക് നോക്കണം. രണ്ടാമത്തെ കാര്യം സ്വർഗത്തിലേക്ക് നോക്കണം. മൂന്നാമത്തെ കാര്യം കൃതജ്ഞതാ സ്തോത്രം, നന്ദി. ദൈവമേ, ഇത് തന്നല്ലോ ദൈവമേ, നന്ദി പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം? മുറിക്കണം, വിളമ്പണം. ഹല്ലേലൂയ. എടുക്കണം, സ്വർഗത്തിലേക്ക് നോക്കണം, നന്ദി പറയണം, മുറിക്കണം, വിളമ്പണം. എടുക്കണം, പറ എടുക്കണം, സ്വർഗത്തിലേക്ക്. മുറിക്കരുതെന്ന്, എടുത്ത ഉടനെ മുറിക്കരുത്. ഇതാണ് നമ്മുടെ സ്വഭാവം പറഞ്ഞു. ഈശോ പറയണം, അതിൻ്റെ ഇടയ്ക്കൊരു കാര്യമുണ്ട്. എടുക്കണം, സ്വർഗത്തിലേക്ക് നോക്കണം, നന്ദി പറയണം. നമുക്കില്ലാത്ത സ്വഭാവമാണ്. നന്ദി പറയണം. എന്തിനെ ഓർത്ത് നന്ദി പറയണം? ഇത്രേ ഉള്ളൂ. ഈ ഉള്ളതിനെ ഓർത്ത് നന്ദി പറയണം. എന്നിട്ട് മുറിക്കണം, വിളമ്പണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു മെത്തഡോളജിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പഠിക്കണം. ഇത് മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 41-ാം തിരുവചനം അല്ലേ? ഇനി നിങ്ങളിത് രണ്ടാമത്തെ അത്ഭുതം ഒന്ന് വായിച്ചേ. അതായത് അപ്പത്തിന്റെ രണ്ടാമത്തെ അത്ഭുതം, മർക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം വായിച്ചേ. ചാപ്റ്റർ 8 വേഴ്സ് 6. 8-ാം അധ്യായം അതിന്റെ 6-ാം തിരുവചനം. 8:6 കിട്ടിയോ? ഒന്ന് വായിച്ചാലോ. 8-ാം അധ്യായം 6-ാം തിരുവചനം വായിച്ചോ. അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. പിന്നീട് ശ്രദ്ധിച്ചോ. പിന്നീട് അവൻ ഏഴപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. കണ്ടോ? ദേ വായിച്ചു പോകുമ്പോഴത്തേക്ക് 9-ാം വചനം വായിച്ചേ. ഭക്ഷിച്ചവർ ഏകദേശം 4000 പേര്. നമ്മൾ ആദ്യം കണ്ടത് 5000 പുരുഷന്മാരെ തന്നെയുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കണം 4000 പേര്. കേട്ടല്ലോ? ആദ്യത്തേല് നമ്മൾ പുരുഷന്മാരെ, സ്ത്രീകളെയും കുട്ടികളെ കൂട്ടി ഒരു 20,000 പേരെ വേണേൽ പിടിച്ചോ. ഇവിടെ 4000 പേരേ ഉള്ളൂ. 4000 പേര്. അപ്പൊ ഈ 4000 പേർക്ക് കൊടുക്കാൻ ഈശോയുടെ കയ്യിൽ എന്താ ഉള്ളത്? എത്ര അപ്പം ഉണ്ട്? 7 അപ്പം. ആദ്യത്തേൽ എത്രയായിരുന്നു? 5 അപ്പം. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും ഭക്ഷിച്ചാൽ തികയത്തില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ്
ഈ മിറക്കിൾ അത്ഭുതം സംഭവിക്കുന്നത്. അപ്പൊ ഈശോ ഈ അപ്പം എടുത്ത് ശിഷ്യന്മാരുടെ കയ്യിൽ വിളമ്പാൻ കൊടുത്തു. വായിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് 9-ാം വചനം പറയുന്നു, ഭക്ഷിച്ചവർ ഏകദേശം 4000 പേരുണ്ടായിരുന്നു. അല്ലെ, 4000 പേരുണ്ടായിരുന്നു. 8-ാം വചനം ഒന്ന് വായിച്ചേ. ജനം ഭക്ഷിച്ച് തൃപ്തരായി. ജനം ഭക്ഷിച്ച് തൃപ്തരായി, വയറ് നിറഞ്ഞെന്ന്. അല്ലാതെ ഒരെണ്ണം സാമ്പിളിന് കിട്ടിയതല്ലെന്ന്. അല്ലേ, ഒരെണ്ണം നമുക്ക് സാമ്പിളിന് കിട്ടി അല്ല, മറിച്ച് അത് കഴിച്ച് അവരുടെ വയറ് നിറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, ജനം ഭക്ഷിച്ച് തൃപ്തരായി, ശേഷിച്ച ഭക്ഷണങ്ങൾ 7 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ആദ്യത്തേതിൽ 12 കുട്ട, ഇവിടെ 7 കുട്ട. ഹല്ലേലൂയ. അപ്പൊ എന്തു മനസ്സിലായി? ഇവിടെയും സമൃദ്ധി. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, മെത്തഡോളജി സെയിമാണ്. ഈശോയുടെ അത്ഭുതത്തിന്റെ രീതി ഒരേ പാറ്റേൺ ആണ്, ഒരേ രീതിയാണ്. ഏതാണ് രീതി? ഈശോ അപ്പമെടുക്കും, മുറിക്കല്ലേ, അപ്പമെടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം, നന്ദി പറയും. ഇതെടുക്കണം, സ്വർഗത്തിലേക്ക് നോക്കണം, കൃതജ്ഞതാ സ്തോത്രം, നന്ദി പറയണം, പിന്നെ മുറിക്കും, പിന്നെ വിളമ്പും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ തന്നെ സുവിശേഷം 14-ാം അധ്യായം ഒന്നെടുത്തേ. ചാപ്റ്റർ 14, 14-ാം അധ്യായം. അവിടെ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു സുന്ദരമായ കാര്യം. 14-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. ചാപ്റ്റർ 14 വേഴ്സ് 22. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം കണ്ടല്ലോ, ശ്രദ്ധിച്ചോണേ. അതാണല്ലോ ഏറ്റവും വലിയ അത്ഭുതം, അല്ലേ? മനുഷ്യന്റെ വയറു നിറഞ്ഞ അത്ഭുതത്തെക്കാൾ വലുതാണ് ആത്മീയ ജീവിതം നിറയ്ക്കുന്ന അത്ഭുതം, ഏറ്റവും വലിയ മിറക്കിൾ. എങ്ങനെയാണെന്ന് വായിച്ചോളൂ. 22-ാം വചനം വായിച്ചോളൂ. അവർ ഭക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് സ്വീകരിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി, എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതമായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴും ഈശോ ചെയ്ത പ്രവൃത്തി ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ, ഇത് വായിക്കുന്ന എൻ്റെ ജീവിതത്തിലും നിന്റെ ജീവിതത്തിലും സ്വീകരിക്കേണ്ട ഒരു മെത്തഡോളജി ഈശോ പഠിപ്പിക്കുകയാണ്. നിനക്കൊരത്ഭുതം, അനുഗ്രഹം വേണമോ? എന്ത് ചെയ്യണം? നിന്റെ കയ്യിൽ എന്താ ഉള്ളത് അത് നീ എടുക്കണം. ആമേൻ, ആമേൻ. നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത് അത് നീ എടുക്കണം. എന്നിട്ട് അത് തന്നയാളുടെ മുമ്പിൽ അത് ഉയർത്തിപ്പിടിക്കണം. എന്തിനാ? നന്ദി പറയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയാറുണ്ടോ? നമ്മൾ പറയാറുണ്ട്. എന്ത്? ഇത്രയല്ലേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, എൻ്റെ മകൻ ഇങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, ഇങ്ങനെയാണ്. കുറവിനെ നോക്കി പരാതി അല്ലെന്ന്, മറിച്ച് നിന്റെ കയ്യിലുള്ളത് എന്താണോ അത് നീ ഉയർത്തി ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. അങ്ങനെ നീ നിന്റെ കയ്യിലുള്ളതിനെ, ആ കുറവിനെ ഉയർത്തി നന്ദി പറയുന്നതനുസരിച്ച് നിന്റെ മുമ്പിൽ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാവിലെ കുറ്റിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലിറ്റി എന്ന് പേരുള്ള ഒരു സഹോദരി നമ്മുടെ താമസിച്ചുള്ള ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്, അച്ഛൻ എനിക്കൊരു അവസരം തരണം. എന്നിട്ട് ആ സഹോദരി പറഞ്ഞ സാക്ഷി ഇങ്ങനെയാണ്. ഈ ലിറ്റി എന്ന് പറയുന്ന സഹോദരി കുറ്റിക്കാട് സ്വദേശി. ഇവള് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന, ജീവിതത്തിലെല്ലാം സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. 7-8 വർഷത്തോളം ആ ദേശത്ത് ജോലി ചെയ്തു. എന്നിട്ട് നാട്ടിൽ അവധിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് ജോലി സ്ഥാപനത്തിൽ നിന്നും ഒരു ലെറ്റർ വന്നു, നിന്നെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവളുടെ വിസയും ക്യാൻസൽ. ഇനി എന്തു ചെയ്യും? വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ജോലി നഷ്ടപ്പെട്ട് ഞെരുക്കം, ദുഃഖം, ഭാരം, അങ്ങനെ സ്വാഭാവികം. അങ്ങനെ ഞെരുക്കത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ
ഇവളുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, നീ ഇങ്ങനെ ഞെരുങ്ങി പിറുപിറുത്ത് പരാതി പറഞ്ഞ് ഇങ്ങനെ ഇരിക്കരുത്. നീ ഒരു കാര്യം ചെയ്, പോട്ട ആശ്രമത്തിൽ പോയിട്ട് നീ ഒരു ആന്തരിക സൗഖ്യ ധ്യാനം കൂടൂ. അങ്ങനെ ഈ പെൺകുട്ടി കഴിഞ്ഞ നവംബർ മാസത്തിൽ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വന്നു. എന്നിട്ട് ധ്യാനം കൂടി. ധ്യാനത്തിനിടയിൽ ഈ പെണ്ണ് ചെയ്ത പ്രവൃത്തി, ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥ, ഈ ഞെരുക്കം, നിരാശ, ദുഃഖം, അരിശം, എല്ലാ കാര്യത്തോടും അരിശ. കാരണം വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല, ഇനി മുമ്പോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, എന്തു ചെയ്യും എന്തു ചെയ്യും എന്തു ചെയ്യും. ധ്യാനത്തിനിടയിൽ ഈ പെണ്ണൊരു കാര്യം തീരുമാനിച്ചു, എൻ്റെ ജീവിതത്തിലെ ഈ അനുഭവങ്ങളെല്ലാം ദൈവമേ അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. എന്നിട്ട് ധ്യാനത്തിൽ നിന്ന് നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഈ പെണ്ണ് ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയോ? ഇത്രയും നാളും എനിക്ക് ജോലി തന്ന ദൈവത്തിന് നന്ദി, എൻ്റെ ഈ ഞെരുക്കത്തെ ഓർത്ത് നന്ദി, എൻ്റെ കുടുംബത്തെ ഓർത്ത് നന്ദി, എൻ്റെ ഇല്ലായ്മകളെ ഓർത്ത് നന്ദി. ഓരോ വിഷയത്തെയും ഓർത്ത് ഈ പെണ്ണ് സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറയാൻ തുടങ്ങി. ഈ പെണ്ണ് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇവരോട് പറഞ്ഞിരുന്നു, 21 ദിവസത്തേക്ക് നമുക്കൊരു പ്രാർത്ഥനാ രീതിയുണ്ട്. ധ്യാനം കഴിയുമ്പോൾ ഒരു തുടർച്ചയായിട്ട് ഒരു 21 ദിവസത്തേക്ക് ധ്യാനം കൂടിയതിൻ്റെ ആത്മീയ മേഖലകൾ തിരിച്ചറിയാൻ ഒരു പീരിയഡ് ഓഫ് ടൈം 21 ഡേയ്സ് ഒരു പ്രയർ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഈ പ്രാർത്ഥനാ ദിനങ്ങളിൽ ദൈവം ചില കാര്യങ്ങൾ പ്രവർത്തിക്കും. പലതരത്തിൽ നമുക്ക് പീഡകളൊക്കെ ഉണ്ടാവും, പക്ഷേ ആത്യന്തികമായ വിജയം തമ്പുരാൻ കർത്താവിൻ്റെതായിരിക്കും. ഈ പെണ്ണോട്ട് പറയാണ്, അച്ചോ, അത് കഴിഞ്ഞിട്ടുള്ള 21 ഡേയ്സ് ചില വചനങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വലിയ ഞെരുക്കം, വലിയ ഭാരം, പക്ഷേ എൻ്റെ ഉള്ളിൽ ശക്തമായൊരു പ്രചോദനം, ദൈവം എനിക്ക് തരും. അച്ചോ, ഞാൻ പ്രാർത്ഥിച്ചു, ഇതാ ഞാൻ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നല്ല ശമ്പളത്തോടുകൂടി കർത്താവ് എന്നെ ഇതാ ഉയർത്തിയിരിക്കുന്നു. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ദിവസങ്ങളിൽ ആ രാജ്യത്തേക്ക് പോവാണ്, നന്ദി പറയാൻ വന്നതാണ്. ഞാനിതെന്തിനാ ഇവിടെ പറഞ്ഞെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന ചിലര്, ഓൺലൈനിൽ ഇരിക്കുന്ന ചിലര് ജീവിതത്തിൽ അയ്യോ നഷ്ടപ്പെട്ടല്ലോ, പോയല്ലോ, ഇനി എന്തു ചെയ്യും, വിഷമം, ഭാരം, രോഗം, ദുഃഖം, അവഗണന, ഇതിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കൂ, അതിനെ നോക്കിക്കൊണ്ടിരുന്നാൽ നീ അങ്ങനെ ഇരിക്കുമെന്ന് മാത്രമല്ല, നിന്റെ ജീവിതം പൈശാചികമായൊരു പീഡയിലേക്ക് നീ പോകും. ഒരിക്കലും നിന്റെ ജീവിതത്തെ അതിന് നീ വിട്ടുകൊടുക്കരുത്. മറിച്ച് തിരുവചനം പഠിപ്പിക്കുന്ന കാര്യം എന്നാണെന്നറിയോ? നിന്റെ കയ്യിൽ എന്തുണ്ട് അത് നീ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പൊ ചിലർ ചോദിക്കും, എന്തുണ്ടായിട്ടാ നന്ദി പറയേണ്ടത്? നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എന്താണോ അതില്ലായ്മയാണ്, അത് ഉയർത്തിക്കോണം. നിന്റെ ശാരീരിക വേദനയാണ്, അത് ഉയർത്തിക്കോണം. നിന്റെ കഷ്ടപ്പാടാണ്, അത് ഉയർത്തിക്കോണം. നിന്റെ ഉറക്കമില്ലായ്മയാണ്, അത് ഉയർത്തിക്കോണം. സ്വർഗത്തിലേക്ക് നോക്കി നന്ദി പറയുമ്പോൾ നിന്റെ മുമ്പിൽ കർത്താവ് 10,000-ങ്ങൾക്ക് വീതം വെച്ച് കൊടുക്കാൻ തക്കവണ്ണം, മറ്റുള്ളവരുടെയും നിന്റെയും ജീവിതത്തിൽ തൃപ്തിയാകോളം തക്കവണ്ണം നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. അതിനെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. 1.5 വർഷമായെന്ന് തോന്നുന്നു, ഒരു ചേട്ടൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, വലിയ സാമ്പത്തിക കടത്തിൽ ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഇയാൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഒരു 3 കോടി രൂപയെങ്കിലും എനിക്ക് വേണം. 3 കോടി രൂപ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ ഞെരുക്കം. ആരും തരുന്നില്ല. ചോദിച്ചു മടുത്തു. അച്ഛാ, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അവന്മാരൊക്കെ പോയി. ഇപ്പം ഞാൻ വലിയ ഞെരുക്കത്തിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ, ഇപ്പം അപ്പം എന്ത് ചെയ്യും? അറിയത്തില്ല അച്ഛാ. ഞാൻ ചോദിച്ചു, അപ്പോൾ പിന്നെ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നത് അച്ഛൻ്റെ കയ്യിൽ വല്ല ടെക്നിക്കുണ്ടോ എന്നറിയാനാണ് വന്നത്. വല്ല ടെക്നിക്കുണ്ട്? ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ടെക്നിക്കുണ്ട്, ഞാൻ പറയാം. അപ്പോൾ പുള്ളി വിചാരിച്ചു എനിക്ക് ആരെങ്കിലുമൊക്കെ സാമ്പത്തിക ശേഷിയുള്ളവരെ പരിചയമുണ്ട്, അവരെ കണക്ട് ചെയ്ത് തരും. അച്ഛാ പറഞ്ഞു, അച്ഛാ, എവിടെയൊക്കെ ആരൊക്കെ ടെക്നിക്കുള്ളത് നമുക്ക് അവരുടെയൊക്കെ കണ്ടുപോയി. ഞാൻ പറഞ്ഞു, ആ ടെക്നിക്കല്ല, മറിച്ച് സഹോദരൻ്റെ കയ്യിൽ എന്തുണ്ട്? അപ്പോൾ പുള്ളി പറഞ്ഞു, മൊത്തം ഒന്ന് വാരിപ്പിറക്കി കഴിഞ്ഞാൽ ഒരു 5,000 രൂപ ഉണ്ടാവും. പക്ഷെ 3 കോടി രൂപയാണ് അച്ഛൻ എനിക്ക് കൊടുക്കേണ്ടത്. എനിക്ക് മൊത്തം ഒന്ന് വീട്ടിലെ ആലമാര അത് ഇത് മൊത്തം തപ്പിയാൽ ഒരു 5,000 രൂപ ഉണ്ടാവും.
അപ്പൊ ഞാൻ പറഞ്ഞു അതെവിടെ? അല്ല, അത് അവിടെ ഇവിടെ കണ്ടാക്കി ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്, അതെടുത്ത് ദൈവത്തിന് കൊടുക്കണം. അച്ഛൻ സ്തോത്രക്കാഴ്ചയെ കുറിച്ചാണോ പറയുന്നത്? ഞാൻ പറയാം സ്തോത്രക്കാഴ്ചയെ കുറിച്ചല്ല. ഇനിയിപ്പോ ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന ചിലർ അത് ശരി, ഇത് പിരിവ്, അതല്ലെന്ന്. ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ എന്തുണ്ട്? നീ ഇപ്പൊ എന്താ ചിന്തിക്കും? ഞാൻ 5000 രൂപയുടെ മുതലാളി ഇങ്ങനെ ഇരിക്കുന്നു, ഇനി എനിക്ക് 3 കോടി രൂപ വേണം. ഈ 3 കോടി രൂപയുള്ള വേറെ മുതലാളിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു കാര്യം അറിയണം, ഈ 5000 രൂപ തന്ന ഒരാൾ നിനക്ക് മുകളിലുണ്ടെന്ന്. ഈ 3 കോടി രൂപയുടെയും ഉടമസ്ഥൻ മുകളിലുണ്ടെന്ന്. സമ്പത്തിന്റെ ഉടയവൻ ദൈവമാണ്. ഹല്ലേലൂയ. നീ 5000 കെട്ടിപ്പിടിച്ചോണ്ട് എന്റെ 5000 ഇനി കിട്ടാനുള്ള 3 കോടി 3 കോടി 3 കോടി ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. നിന്റെ കയ്യിലുള്ളത് എന്താണോ അത് ദൈവസന്നിധിയിൽ ഉയർത്തി നീ പ്രാർത്ഥിക്കുമ്പോൾ, നന്ദി പറയുമ്പോൾ, നിന്റെ 5000 തന്നെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവസാനം ഞാൻ അദ്ദേഹത്തോടൊരു വചനം എഴുതി കൊടുത്തൊരു പേപ്പറിൽ, ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 19-ാം തിരുവചനം. ഒരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം. ഇനി അറിയാൻ പാടില്ലെങ്കിൽ എഴുതി വെച്ച് പഠിച്ചോണം. സാമ്പത്തിക മേഖലകളിൽ ഞെരുക്കമുള്ളവര് ശ്രദ്ധിച്ചു പഠിക്കേണ്ട വചനമാണ്. ഏതാ വചനം പറഞ്ഞേ? ഫിലിപ്പി 4:19 പറഞ്ഞേ. എന്റെ ദൈവം തന്റെ സർവമഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഹല്ലേലൂയാ. പലതകരൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വസിച്ചതൊന്ന് ഏറ്റു പറഞ്ഞേ. എല്ലാവരും ഏറ്റു പറഞ്ഞേ. എന്റെ ദൈവം സർവമഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഓരോരുത്തരും ആ വചനം ക്ലെയിം ചെയ്യണം. നിങ്ങൾക്ക് നൽകുമെന്ന് പറയുന്നത് എനിക്ക് നൽകപ്പെടും. വലതുകരം ഉയർത്തിപ്പിടിച്ചോ. എന്റെ ദൈവം, എന്റെ ദൈവം. അത് പറയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ബലമാണ്. എന്റെ ദൈവം സർവമഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഹല്ലേലൂയാ. സമ്പത്തിന്റെ ഉടയവൻ ദൈവമാണ്, നീയല്ലെന്ന്. നീ ഭൂമിയിൽ സമ്പാദിച്ചത് എണ്ണിപ്പെറുക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നു പോകും. നീ നോക്കുന്നത് കുറവാണ്. ആ കുറവിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കുറവ് മാത്രമേ നിനക്ക് ബോധ്യപ്പെടൂ. അത് ഏത് വിഷയത്തിലും സാമ്പത്തികമായ കാര്യം മാത്രമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ മകനോ മകളോ, നിങ്ങളുടെ മകൾക്കൊരു പ്രശ്നം അല്ലെങ്കിൽ മകനൊരു പ്രശ്നം. ഇപ്പൊ നമ്മുടെ തലയ്ക്കകത്ത് ആദ്യം മകൻ എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രശ്നമാണ് തലയ്ക്കകത്തോട്ട് വരുന്നത്, അല്ലേ? മകന് ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ മകൾക്കൊരു അസ്വസ്ഥത നമ്മുടെ തലയ്ക്കകത്തോട്ട് വരുന്നത് ഉടനെ മകൻ അല്ലെങ്കിൽ മകളെന്ന് ചിന്തിക്കുമ്പോൾ അത് മാത്രമേ തലയ്ക്കകത്തോട്ട് വരൂ. നമ്മളത് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറെ ഒരു നന്മയും കാണാൻ പറ്റില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മകൾക്ക് തെറ്റായ ഒരു പ്രണയബന്ധം, ഇത് അവൾ വന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. അവൾ വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു. പിന്നെ നിങ്ങളുടെ തലയ്ക്കകത്ത് അസ്വസ്ഥത ഇങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടിട്ട് അവളെ എങ്ങനെ ശരിയാക്കണം, അവളെ എങ്ങനെ ഉപദേശിക്കണം, ഗുണദോഷിക്കണം, അവളെ എങ്ങനെ രക്ഷപ്പെടുത്തണം, അല്ലേ? മകൾ എന്ന് പറയുമ്പോൾ തലയ്ക്കകത്തോട്ട് വരുന്നത് മുഴുവൻ ഈ ചിന്തകളാണ്. ഈ മകൾക്കുള്ള സകല നന്മകളും നമ്മുടെ കൺവെട്ടത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. മകളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നമ്മുടെ തലയ്ക്കകത്തോട്ട് വരുന്ന മകളുടെ തെറ്റായ ബന്ധം, അവളുടെ സ്വഭാവം, അവള് ശരിയല്ല. ഇതിങ്ങനെ നമ്മുടെ തലയ്ക്കകത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നന്മയെ മറച്ചു പിടിച്ചു കളയും ഈ തിന്മ, നന്മ കാണാൻ പറ്റാത്തവണ്ണം. എന്നാൽ അതേ സമയം തന്നെ ആ മകളെ സ്നേഹിക്കണം. അവളുടെ കുറവിനെ നമ്മൾ സ്വർഗത്തിലേക്ക് ഉയർത്തണം. ദൈവമേ, എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താ ചെയ്യേണ്ടത്? സ്വർഗത്തിലേക്ക് നോക്കി മകളെ ഓർത്ത് നന്ദി പറയണം. ഈ മകളെ തന്നത് ആരാ? ദൈവമല്ലേ? ഈ മകളെ തന്ന ദൈവമാണെന്ന്. നിന്റെയാണെന്നാണ് നീ വിചാരം, അല്ലെന്ന്. ഇത് തന്ന ദൈവമാണ്. ദൈവം തന്നതല്ലേ നമുക്കുള്ളൂ. ദൈവം തന്ന മകളെ ഉയർത്തിപ്പിടിച്ച്, ദൈവമേ, ഇത് അങ്ങയുടെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ നന്ദി പറയുമ്പോൾ നമ്മുടെ മുൻവശത്ത് കർത്താവ് അനേക വഴികൾ തെളിയിച്ചു തരും. ഒരുപക്ഷെ ആ മകൾക്ക് അപ്രകാരം ഒരു സ്നേഹബന്ധത്തിലേക്ക് പോകാനുള്ള കാരണങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി നൽകും. ആ മകളുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ആന്തരിക മുറിവിനോട് ബന്ധപ്പെടുത്തിയായിരിക്കും. ആ മകളുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു മേഖലയോട് ബന്ധപ്പെടുത്തിയാവും. ആ മേഖലകൾ വെളിപ്പെട്ട് കിട്ടും. അപ്പം അതനുസരിച്ച് നമുക്ക് നന്ദി പറയാൻ പറ്റും, അവളോട് ഇടപെടാൻ പറ്റും. അതൊരു അത്ഭുതമായിട്ട് മാറും.
കുടുംബത്തിലെ ഭാരം മാറും, തൃപ്തിയാകും. അഞ്ചപ്പം ഭക്ഷണം എല്ലാവരും ഭക്ഷിച്ച് അവർ തൃപ്തിയായതുപോലെ നമ്മുടെ വീട്ടിലെയും ആ കുറവ് നമുക്കൊരു തൃപ്തിയായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് ഏത് മേഖലയിലും നമ്മൾ സ്വീകരിച്ചോണം. ഉദാഹരണത്തിന് ഭർത്താവ് കല്യാണം കഴിഞ്ഞു, ജീവിതം മുന്നോട്ട് നീങ്ങുന്നു, വിചാരിച്ച പോലെ അല്ല ജീവിതം. ഈ ഭർത്താവിന്റെ ചില സ്വഭാവ രീതികൾ ഇഷ്ടപ്പെടുന്നില്ല. നേരം വെളുക്കുമ്പോൾ മുതൽ അയാളെ കാണുമ്പോൾ തന്നെ അരിശം വരുന്നു, ദേഷ്യം വരുന്നു. എന്നാലും എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ, ഈ മനുഷ്യൻ കാരണം എൻ്റെ ജീവിതം തൊലഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കും. തലയ്ക്കകത്തോട്ട് ഇങ്ങനെ മൊത്തം കയറിയിരിക്കും. ഇയാളുടെ മദ്യപാനം, ഇയാളുടെ കൂട്ടുകെട്ട്, ഉത്തരവാദിത്തമില്ലായ്മ, ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും തോറും നമ്മുടെ ഉള്ളിൽ ഭാരപ്പെടാൻ തുടങ്ങും, നമ്മൾ അരിശപ്പെടാൻ തുടങ്ങും, നമ്മൾ വിഷമിക്കാൻ തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ഭർത്താവിനെ തന്ന ഒരു ദൈവമുണ്ട്, നിന്റെ കയ്യിൽ വെച്ചു തന്നൊരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ നിന്റെ ഭർത്താവിനെ ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഭർത്താവിൻ്റെ അനേക നന്മ പ്രവർത്തികൾ നിനക്ക് കണ്ണു തുറന്ന് കാണാൻ പറ്റും. ഇന്നവ കാണാൻ പറ്റാത്തതിൻ്റെ കാരണം നീ കാണുന്നത് മുഴുവൻ ആ വ്യക്തിയുടെ കുറവുകൾ മാത്രമാണ്. ദൈവസന്നിധിയിൽ ജീവിത പങ്കാളിയെ ഉയർത്തി നന്ദി പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. ആ വ്യക്തിയിൽ കർത്താവ് മാനസാന്തരം നൽകും. നിന്റെ പ്രാർത്ഥനയിലൂടെ കർത്താവ് തൃപ്തി നൽകും. ബൈബിൾ പഠിപ്പിക്കുന്നില്ലേ? തൃപ്തി നൽകും. മിറക്കിൾസ് നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കും. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചോ? നിങ്ങൾക്ക് ജോലി മേഖലയിൽ ഭാരമുണ്ടോ? നിങ്ങളുടെ കൂടെയുള്ളവർ, ജോലി ചെയ്യുന്നവർ നിങ്ങളെ പീഡിപ്പിക്കുന്നു. നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കും തോറും, അല്ലേ, രാവിലെ ഓഫീസിലോട്ട് പോകുമ്പോൾ, ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താണ്? ഓ, ഇന്നും അയാളുടെ കൂടെയാണല്ലോ ജോലി ചെയ്യുന്നത്, ആ നാശം പിടിച്ച ആ മനുഷ്യൻ അവിടെ ഉണ്ടല്ലോ, അയാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ഉള്ളിൽ വലിയ ഞെരുക്കം, ഭാരം. എന്നാൽ ആ വ്യക്തിയെ അവിടെ നിർത്തിയിരിക്കുന്ന ദൈവമാണെങ്കിൽ നീ സ്വർഗസ്ഥനായ പിതാവിനോട് പറയണം, ദൈവമേ, ഈ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഈ വ്യക്തിയിലൂടെ എന്നിൽ സംഭവിക്കുന്ന കാര്യങ്ങളോട് നന്ദി പറയുന്നു, ഞാൻ അനുഭവിക്കുന്ന ഞെരുക്കത്തെ ഓർത്ത് നന്ദി പറയുന്നു. സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാ സ്തോത്രം ചെയ്യുമ്പോൾ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അത്ഭുതകരമായ വഴികൾ തുറക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് പരിശീലിച്ചു നോക്കൂ, ഓരോ വ്യക്തിയും ഒന്ന് പരിശീലിച്ചു നോക്കൂ. കൃതജ്ഞതാ സ്തോത്രം, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഏതവസ്ഥയാണെങ്കിലും ആ അവസ്ഥയെ കർത്താവ് അത്ഭുതകരമായ ഒരു ദൈവകൃപയാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചേ, നിന്റെ കുടുംബത്തിൽ അത്ഭുത പ്രവർത്തികൾ നടക്കാൻ ചെയ്യേണ്ട കാര്യം എന്താണോ കുറവ്, സമ്പത്താവാം, മക്കളാവാം, ജീവിത പങ്കാളിയാവാം, ജീവിതത്തിൽ ഏത് സാഹചര്യം, ഏത് കുറവും നമ്മളതിനെ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? മുറിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? സ്വർഗത്തിലേക്ക് നോക്കണം. എന്തിനാ? ഉടയവൻ തന്നയാള് ദൈവമേ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു, സ്വർഗത്തിലേക്ക് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് കൃതജ്ഞതാ സ്തോത്രം ചെയ്തിട്ട് വേണം മുറിക്കാൻ, വിളമ്പാൻ. ദൈവം പ്രവർത്തിക്കും, ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വിശ്വസിക്കൂ. ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ഈ കഴിഞ്ഞിടയ്ക്ക് ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ പറഞ്ഞൊരു സംഭവം, ഒരു ഭാര്യയും ഭർത്താവും കൂടെ ധ്യാനം കൂടാൻ എത്തിയതാണ്. ഇവരെത്തിയതല്ല, ആരോ എത്തിച്ചതാണ്. കാരണം ഇവര് തമ്മിൽ ഭയങ്കര കലഹം, വലിയ കലഹം. അപ്പൊ കലഹത്തിലുള്ളവരാണ്. ആരൊക്കെയോ പറഞ്ഞിട്ട് ഇവരെ ധ്യാനത്തിന് എത്തിച്ചു. അപ്പൊ ധ്യാനത്തിന് വന്നിരിക്കുന്ന ഇവര് വന്നപ്പോ തന്നെ ഭർത്താവ് പറഞ്ഞു, അച്ചോ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളെ തമ്മിൽ ഈ ധ്യാനം കൂടിയിട്ട് ഒരുമിപ്പിക്കാനാണ് അച്ഛൻ്റെ ശ്രമമെങ്കിൽ അത് നടക്കിയല്ല. പിന്നെ ഞങ്ങൾ ധ്യാനത്തിന് വന്നത് നിർബന്ധം കൊണ്ട് വന്നതാ. ദേ ഇവളുടെ കൂടെയുള്ള ജീവിതം ചിന്തിക്കാൻ പറ്റത്തില്ല, ഭാര്യ വിട്ടുകൊടുക്കത്തില്ല. ഭാര്യ പറഞ്ഞു, ഇയാളുടെ കൂടെയുള്ള ജീവിതം ചിന്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ ഞങ്ങളെ ഒരുമിപ്പിക്കാമെന്ന് അച്ഛൻ വിചാരിക്കണ്ട. ഉടനെ അച്ഛൻ പറഞ്ഞു, നിങ്ങളെ ഒരുമിപ്പിക്കാനല്ല എൻ്റെ ആഗ്രഹം, നിങ്ങൾ ഇങ്ങനെ രണ്ടായിട്ട് തന്നെ ജീവിച്ചാൽ മതി. അപ്പൊ അവർക്ക് ചിന്തയെ ഇങ്ങനെ പറയുന്നു അച്ഛനോ, നിങ്ങൾ ഒരുമിപ്പിക്കണമെന്നില്ലെന്ന്, നിങ്ങൾ ധ്യാനം കൂടൂ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ.
അവർ ധ്യാനം കൂടി. രണ്ടും രണ്ട് മുറികളിൽ അവർ രണ്ട് ലോകത്താണ് ജീവിക്കുന്നത്. അച്ഛൻ അവരോട് പറഞ്ഞിരുന്നു, ധ്യാനം കഴിയുമ്പോൾ ഒന്ന് വന്ന് കണ്ടിട്ട് പോകണം. ധ്യാനം കഴിഞ്ഞു, രണ്ടുപേരും വന്നു. അച്ഛോ, ധ്യാനമൊക്കെ കഴിഞ്ഞു. അച്ഛൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ധ്യാനം? ധ്യാനം നന്നായിരുന്നു, ഭക്ഷണം നന്നായിരുന്നു, പാട്ട് നന്നായിരുന്നു. അല്ല, അതല്ല, മറിച്ച് എങ്ങനെയുണ്ടായിരുന്നു വചന ശുശ്രൂഷ? പരിശുദ്ധാത്മാവ് എന്തു പറഞ്ഞു? പരിശുദ്ധാത്മാവ് പലതും പറഞ്ഞു, പക്ഷേ ഇയാളുടെ കൂടെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഈ വ്യക്തിയുടെ കൂടെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ധ്യാനമൊക്കെ നന്നായിരുന്നു, നന്ദി, ഞങ്ങൾ പോവാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഇനി കുറച്ച് ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് വചനം വായിക്കണം, ബൈബിള് വായിക്കണം, എന്നിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവർ പറഞ്ഞു, വചനം വായിക്കാം, പക്ഷേ ഒരുമിച്ച് ജീവിക്കില്ല. വചനമൊക്കെ വായിക്കാം, പക്ഷെ ഒരുമിച്ച് ജീവിക്കില്ല. ഒരു കാര്യം ചെയ്യും, 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ വാ. 1 മാസം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ എത്തി, രണ്ടും രണ്ട് സ്ഥലത്ത് നിന്നു. ഓരോരുത്തരെ സെപ്പറേറ്റ് ആയിട്ട് അച്ഛൻ വിളിച്ചു. ഭാര്യയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് 1 മാസത്തെ ജീവിതം? നന്നായിരിക്കുന്നു. വചനമൊക്കെ വായിക്കുന്നുണ്ടോ? ഉണ്ടച്ചോ. എന്താണ് അഭിപ്രായം? അതെ, ഈ വചനം വായിക്കുന്നതനുസരിച്ച് ആരോ ഉള്ളിലിരുന്ന് പറയുന്നു ഭർത്താവിനോട് ക്ഷമിക്കാൻ. ഞാൻ ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഈ വചനം വായിക്കുന്നതനുസരിച്ച് ആരോ ഉള്ളിലിരുന്ന് പറയുന്നു ക്ഷമിക്കാൻ, ക്ഷമിക്കൂ. അച്ഛൻ പറഞ്ഞു, അത് പരിശുദ്ധാത്മാവാണ്. അച്ഛാ, അയാളുടെ കൂടെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ വേണം വചനം, അച്ഛൻ പറഞ്ഞതനുസരിച്ച് വചനം വായിച്ചോളാം. 1 മാസം കൂടെ വചനം വായിക്കട്ടെ. ഇവര് വീണ്ടും വന്ന് രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ ഈ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അവര് തിരിച്ചു പോയത് ഒരുമിച്ചാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാരണം ഇത്രയും നാളും ഈ ഭാര്യ ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നത് മുഴുവൻ ഈ ഭർത്താവിന്റെ കുറവുകൾ മാത്രം. എന്നാൽ വചനം വായിക്കാൻ തുടങ്ങുന്നതനുസരിച്ച് ഈ ഭാര്യയുടെ ഉള്ളിൽ ഭർത്താവിനെ കുറിച്ച് കുറേ നന്മകൾ തെളിഞ്ഞു. അതോടൊപ്പം തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ, എന്നാലും ഞാനും ഇതിനൊരു കാരണക്കാരിയാണല്ലോ, എൻ്റെ സ്വഭാവത്തിലും ചില മാറ്റങ്ങൾ വേണമല്ലോ, ക്ഷമിക്കണമല്ലോ എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് ശക്തമായി പ്രചോദിപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഭാര്യ എടുത്തൊരു തീരുമാനം, ഭർത്താവിനോടൊപ്പം ജീവിക്കാനുള്ള തീരുമാനം, ഇപ്പോൾ ഭാര്യ ആ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നു. അച്ഛൻ പറഞ്ഞു വന്നതിൻ്റെ അടുത്തൊരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ നാളിൽ അച്ഛൻ ഈ ഭാര്യയെയും ഭർത്താവിനെയും കണ്ടപ്പോൾ ഈ ഭാര്യയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതം? ഭർത്താവിന് മാറ്റമുണ്ടോ? അച്ഛാ, കാര്യമായ മാറ്റങ്ങളൊന്നും ഇല്ല, പക്ഷേ എനിക്ക് സങ്കടമില്ല. കാരണം ഞാൻ ഈ ഭർത്താവിനെ തന്ന ദൈവമുണ്ടല്ലോ, ആ ദൈവത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ ഭർത്താവിനെ തന്ന ദൈവത്തിന് നന്ദി പറയുന്നതനുസരിച്ച് എൻ്റെ തലയ്ക്കകത്തുള്ള ഭാരം മാറുന്നു, എൻ്റെ തലയ്ക്കകത്തുള്ള ആലോചനകൾ മാറുന്നു. എന്ന് മാത്രമല്ല, ഞാൻ ഈ നന്ദി പറയുന്നതനുസരിച്ച് എൻ്റെ ഭർത്താവിൽ പ്രകടമായ മാറ്റങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവരൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അയാളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. എപ്പോൾ? നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഓർത്ത് നന്ദി പറയാറുണ്ടോ? ഭർത്താവിനോട് നന്ദി പറയാനല്ല, ഭർത്താവിനെ ഓർത്ത് ഈ ഭർത്താവിനെ തന്ന ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? ഭർത്താക്കന്മാരെ, നിങ്ങളെ തന്ന ഭാര്യ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? ഉണ്ടോ? എന്ത് നന്ദി പറയാനാ? ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ വിഷമമാണെന്ന് നമ്മുടെ ഉള്ളിൽ. എന്നാൽ ഈ വിഷമത്തെ, ഈ ഇല്ലായ്മയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നന്ദി പറയുന്നതനുസരിച്ച് നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങൾ വെട്ടിവിളങ്ങാൻ തുടങ്ങും, ദൈവത്തിന്റെ പ്രവർത്തികൾ അനുഭവിക്കാൻ തുടങ്ങും. ഇതിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും സ്വീകരിക്കണം. യേശു 5 അപ്പം എടുത്തുയർത്തി, 7 അപ്പം എടുത്തുയർത്തി, 10,000-ങ്ങൾക്ക് 20,000 പേർക്ക് ഇഷ്ടം പോലെ വയറ് നിറയുവോളം, തൃപ്തിയാകുവോളം ഈ അപ്പം കൊടുത്തെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ശീലിക്കേണ്ട അടിസ്ഥാനപരമായ പ്രമാണം നമ്മുടെ മുമ്പിൽ ഇന്ന് വചനം പഠിപ്പിക്കുകയാണ്.
എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ എടുക്കണം, സ്വർഗത്തിലേക്ക് നോക്കണം, കൃതജ്ഞതാ സ്തോത്രം നന്ദി പറയണം, മുറിക്കണം, ഞാൻ വിളമ്പണം. അങ്ങനെ ചെയ്താൽ അത് അനേകർക്ക് തൃപ്തിയാകുവോളം, വയറ് നിറയുവോളം സമൃദ്ധമായി അത് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. ഈശോ എന്ത് ചെയ്തു? അപ്പം എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ. നമ്മുടെ കയ്യിലുള്ള ഇല്ലായ്മ കണ്ണടച്ചോളൂ. ഓരോ വ്യക്തിയും ചിന്തിക്കണം, ഇന്ന് നിന്റെ കയ്യിലുള്ളത് എന്താണ്? സാമ്പത്തികമായ ഞെരുക്കമുള്ളവരുണ്ടല്ലോ, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഈ ഞെരുക്കം അത് ഉയർത്തിപ്പിടിച്ചോ. ബന്ധത്തകർച്ച ഭാരമാണ്, അത് ഉയർത്തിപ്പിടിച്ചോ. മകനെ ഓർത്തും മകളെ ഓർത്തും ജീവിത പങ്കാളിയെ ഓർത്തും മാതാപിതാക്കളെ ഓർത്തുമൊക്കെ സങ്കടമുണ്ടല്ലോ, ഭാരമുണ്ടല്ലോ, കരച്ചിലുണ്ടല്ലോ, അത് ഉയർത്തിപ്പിടിച്ചോ. ജോലി മേഖലയിൽ ഭാരമുണ്ടല്ലോ, സങ്കടമുണ്ടല്ലോ, അത് ഉയർത്തിപ്പിടിച്ചോ. നിന്റെ ജീവിതത്തിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വലിയ ഭാരമുണ്ട്, അത് ഉയർത്തിപ്പിടിച്ചോ. നിന്റെ ജീവിതത്തിലെ കുറവുകൾ, ബലഹീനതകൾ, പാപ അവസ്ഥകൾ, ഇത് കുറവാണ്, അത് ഉയർത്തിപ്പിടിച്ചോ. നിന്റെ ജീവിതത്തിൽ നടക്കാതെ പോയ കുറേ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അത് ഉയർത്തിപ്പിടിച്ചോ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ദൈവമേ, ഈ ഉയർത്തിപ്പിടിച്ചത് സ്വർഗത്തിലേക്കാണ് ഉയർത്തിയത്. അങ്ങ് തന്നത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ദൈവമേ, ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, 2 കരങ്ങളും ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നന്ദി പറയുക. നന്ദി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ചില വ്യക്തികളുടെ മുഖങ്ങൾ തെളിയും. ആ വ്യക്തികളെ ഓർത്ത് നന്ദി പറയുക. ചില സംഭവങ്ങൾ വരും, ആ സംഭവങ്ങളെ ഓർത്ത് നന്ദി പറയുക. ജീവിതത്തിന് ഞെരുക്കങ്ങളെ ഓർത്ത് നന്ദി പറയുക. നിനക്കുണ്ടായ രോഗങ്ങളെ ഓർത്ത് നന്ദി പറയുക. രോഗികൾ കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന നിങ്ങളുടെ രോഗപീഠകളാണ്, നിങ്ങളുടെ ചികിത്സകളാണ്, മാനസിക പിരിമുറുക്കങ്ങളാണ്. കർത്താവെ, ഇവ ഓർത്ത് നന്ദി പറയുന്നു. അവഗണന ഓർത്ത് നന്ദി പറയുന്നു. ഞെരുക്കങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവമേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്താണോ അത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. എന്റെ ജീവിതാവസ്ഥ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവജനം ഒരുമിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നാവ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ, യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ഓ ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന കർത്താവേ, സ്തുതി കർത്താവേ, മഹത്വം കർത്താവേ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ. 2 കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥ, ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. 5 അപ്പം 10,000 വീതം വെച്ച് കൊടുത്തവൻ ഇന്നും ജീവിക്കുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം, ഒരടയാളം സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക, കർത്താവിൻ്റെ വലിയ കൃപ നിന്നിൽ സംഭവിക്കും. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ജീവിക്കുന്നവൻ ഇന്നും ജീവിക്കുന്നു. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ദൈവം പ്രവർത്തിക്കുന്നു. 2 കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ചോ. കണ്ണടച്ച് വിശ്വസിക്കുക. ദൈവമേ, എന്നിൽ ഒരത്ഭുതം സംഭവിക്കട്ടെ, എൻ്റെ കുടുംബത്തിൽ ഒരത്ഭുതം സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ദൈവമേ, ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം എൻ്റെ മേൽ സംഭവിക്കപ്പെടട്ടെ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് തന്നെ സംഭവിക്കപ്പെടട്ടെ. അത്ഭുതങ്ങൾ തോർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല. ഇന്നും ജീവിക്കുന്ന ദൈവ സാന്നിധ്യം നിന്റെ മേലൊരു കൃപയായി മാറുന്നു, ഒരു പുത്തൻ അഭിഷേകമായിട്ട് മാറുന്നു. വിശ്വസിക്കുക. ഓരോ വ്യക്തിയും ഏറ്റെടുക്കുക. ദൈവമേ, ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. ഓരോ വ്യക്തിയും ഏറ്റെടുക്കട്ടെ. യെസ്, സാധിക്കുന്നവര് ഒന്ന് കൈയടിച്ച് പഠിക്കേ. കണ്ണുകളടച്ച് കൈയടിച്ചേ പോരാ. നല്ല കൈയടി, നല്ല കൈയടി.
അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ഒന്ന് പാടിക്കേ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല Yes. കാലത്തിൽ ഈ ലോകത്തിൽ. ആമേൻ ആമേൻ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. യെസ് കർത്താവേ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. കൈകൾ ഉയർത്തി ദൈവശക്തി കൈയടിച്ച്. കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താണിട്ടില്ല ലോകത്തിൽ ആമേൻ. ഈ കാലത്തിൽ. സംഭവിക്കട്ടെ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താന്നിട്ടില്ല ലോകത്തിൽ ആമേൻ. ഈ കാലത്തിൽ. യെസ്. പെരുമഴ പോൽ പെയ്യുന്നു, പെയ്യട്ടെ. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ഓരോ വ്യക്തിയുടെ മേലും പെയ്യട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പെരുമഴ പോലെ ദൈവ അത്ഭുതങ്ങൾ ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം, ഒരടയാളം, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ദൈവശക്തി ഓരോ ദൈവ മക്കളിലേക്ക് വെളിപ്പെടട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ ശരീരത്തിൽ അത് സംഭവിക്കട്ടെ, നിങ്ങളുടെ മനസ്സിൽ അത് സംഭവിക്കട്ടെ, നിങ്ങളുടെ ആത്മീയ മേഖലയിൽ സംഭവിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ അത് സംഭവിക്കട്ടെ, നിങ്ങളുടെ ജീവിത വഴികളിൽ സംഭവിക്കട്ടെ, നിങ്ങളുടെ യാത്രയിൽ സംഭവിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ വഴികളിലും ഓരോ നിമിഷവും കർത്താവ് അത്ഭുതകരമായ ദൈവശക്തി ചൊരിഞ്ഞ് ഓരോ വ്യക്തിയിലും പ്രവർത്തിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ആരാധന 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 ആരാധന. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ചെടുത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്ഭുത ശക്തി ഓരോ വ്യക്തികളിൽ ചൊരിയപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി നമ്മിൽ ഒരത്ഭുതം, ഒരടയാളം ദൈവം പ്രവർത്തിക്കുന്നു. വിശ്വസിക്കുന്ന ഒരൊച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ആമേൻ 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 ആമേൻ. ആമേൻ. എന്റെ പ്രിയരെ, നമ്മൾ ഇന്നേ ദിവസം ഈ ശുശ്രൂഷയോട് ചേർന്ന് നമ്മളത് അനുഭവിക്കും. ആമേൻ ആമേൻ. ആമേൻ. ഇന്നല്ലെങ്കിൽ നാളെ ദൈവജനത്തിന്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഉയർത്തും. വിശ്വസിക്കുന്ന ഒരു ശക്തിയോടെ ആമേൻ പറഞ്ഞേ. ആമേൻ 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 ആമേൻ. ആമേൻ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ.